Hi friends, welcome to Competitive Cracker. ഞാൻ അഖില വിപിൻ. ഒരു സെറ്റ് എക്സാം കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ സെറ്റ് എക്സാം. അതിൻ്റെ ആൻസർ കീ വന്നു. നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്നല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരുന്നു. ഞങ്ങളുടെ പിള്ളേർക്ക് പ്രത്യേകിച്ചും CC കുട്ടികൾക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം നമ്മൾ പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഭൂരിഭാഗവും ക്വസ്റ്റ്യൻസും നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത, അതൊരു ഓപ്ഷൻ പോലും ഡിഫറെൻ്റ് അല്ലാത്ത സെയിം ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്ന ഒരു എക്സാം ആയിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിൽ പോലും ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് മാറി വരും, പക്ഷേ കണ്ടന്റ് എല്ലാം കറക്റ്റായിട്ട് വരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു. നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തത് സെയിം ക്വസ്റ്റ്യൻ, സെയിം ആൻസർ, സെയിം ഓപ്ഷൻസ് ആൻഡ് സെയിം ആൻസർ. അപ്പോൾ നമുക്ക് എത്ര സന്തോഷമായിരിക്കും അല്ലേ? നമ്മുടെ കുട്ടികൾ നന്നായിട്ട് എഴുതി എന്ന് നമുക്ക് റിപ്ലൈ തരുമ്പോഴും അവരുടെ റിവ്യൂസ് കാണുമ്പോഴൊക്കെ നമുക്ക് വളരെ ഹാപ്പിയാണ്. സെയിം ക്വസ്റ്റ്യൻ. സാധാരണഗതി ഈ പ്രാവശ്യം സെറ്റ് എക്സാമിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഈസി ആയിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് തന്നെ, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യങ്ങളിലൊക്കെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മളൊരു 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ ക്ലാസ്സിലൂടെ കേൾക്കുന്നു, നമ്മൾ പിന്നെ റിവിഷൻ ടൈമിൽ കേൾക്കുന്നു, അതുപോലെ നമ്മൾ ലൈവിലൂടെ കേൾക്കുന്നു. കേട്ട് കഴിയുമ്പോൾ എത്ര അറിവില്ലാത്തവനാണെങ്കിലും ആ ക്വസ്റ്റ്യനെങ്കിലും നമ്മുടെ മനസ്സിലൊന്ന് രജിസ്റ്റർ ചെയ്യും. പിന്നീട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയായാലും എന്ത് ചെയ്യും? നമ്മൾ ആൻസർ ചെയ്യും അല്ലേ? ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞൊരു കമൻറ്റാണ്, ബയോഫിസിക്സ് ഒന്നും അറിയാതെ വന്ന കുട്ടികൾ. പക്ഷേ ഈ പ്രാവശ്യം ബയോഫിസിക്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് ബയോഫിസിക്സിൽ നിന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ആ 5 ക്വസ്റ്റ്യൻസും ഒരു ഡൗട്ടും ഇല്ലാതെ അതങ്ങനെ തന്നെ എഴുതാൻ പറ്റി എന്ന് കമൻറ്റ് പറഞ്ഞ കുട്ടികളുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അവരെ സാധാരണ ഇൻഹൗസ് ലൈവിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ബൂസ്റ്റർ ക്ലാസ്സിൽ വന്നിട്ടപ്പോൾ ബൂസ്റ്റർ ക്ലാസ്സിലും സെയിം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവരൊരു 5-6 തവണ ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളൊരു 2 തവണ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരവും എല്ലാം രജിസ്റ്റർ ചെയ്തു. അപ്പോൾ 5 പ്രാവശ്യം കേൾക്കുമ്പോഴോ പിന്നെ ഒരു ഡൗട്ടിൻ്റെ ഒരു പോലും ആവശ്യമില്ല. അത്രയും നന്നായിട്ട് എക്സാം എഴുതിയെന്നുള്ള റിവ്യൂസൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. ഇനി എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ് ഈ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വന്നത് നമുക്കൊന്ന് നോക്കിയേക്കാം. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സെയിം ക്വസ്റ്റ്യൻസ് ബയോഫിസിക്സിൻ്റെ ആയിക്കോട്ടെ, ബയോകെമിസ്ട്രിയുടെ ആയിക്കോട്ടെ, മോളിക്കുലർ ബയോളജിയുടെ ആയിക്കോട്ടെ, ജെനറ്റിക്സിന്റെ ആയിക്കോട്ടെ, ഞാൻ ഇതിന് മുമ്പ് കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റ് സുവോളജിയുമായിട്ട് ബന്ധപ്പെട്ട്. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന എത്രയോ പ്രൊമോ വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സുകളിൽ കുറേ പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് ചെയ്താലോ? RAPD മാർക്കേഴ്സ്. Option A requires knowledge of the DNA sequence. B do not requires prior knowledge of DNA sequence. Are not polymorphic. Required restriction enzymes. RAPD എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു മോളിക്കുലർ മാർക്കറാണ്. PCR ബേസ്ഡ് മോളിക്കുലർ മാർക്കറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, RAPD എന്ന് വിളിക്കുക. അതിനകത്ത് നമ്മൾ PCR ബേസ്ഡ് ആണെങ്കിലും അതുപോലെ തന്നെ നോൺ PCR ബേസ്ഡ് ആയിട്ടുള്ള മോളിക്കുലർ മാർക്കേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഡു നോട്ട് റിക്വയർ പ്രയർ നോളജ് ഓഫ് DNA സീക്വൻസ്. ഒരു DNA ഇല്ലെങ്കിൽ ആ DNA കുറിച്ച് ഒന്നും അറിയാതെ തന്നെ ഒരു DNA സീക്വൻസിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സീക്വൻസ് ഇല്ലെങ്കിൽ ആ മോളിക്കുലർ അല്ലെ മാർക്കേഴ്സ്, അതിനെയാണ് നമ്മളതെന്ന് വിളിക്കുക, RAPD എന്ന് വിളിക്കുക. അപ്പോൾ RAPD എന്ന് പറയുന്നത് എന്തിനാണ് പ്രയർ ചെയ്യുക? ദേ ഡു നോട്ട് റിക്വയർ പ്രയർ നോളജ് ഓഫ് ദി DNA സീക്വൻസ്. ഇതാണ് ഇതിനകത്ത് ഈ വന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കറക്റ്റ്, അതിൻ്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പാത്വേസ് വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം എ നോൺ കാർബോഹൈഡ്രേറ്റ് പ്രീകർസർ. ഒരു നോൺ കാർബോഹൈഡ്രേറ്റ് പ്രീകർസറിൽ നിന്നും ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ സൈക്കിൾ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് പ്രീകർസറിലായിരിക്കും അല്ലെ? സ്റ്റാർച്ചിൽ നിന്നായിക്കോട്ടെ, ഗ്ലൈക്കോജൻ ആയിക്കോട്ടെ, ഇവിടെ നിന്നൊക്കെയാണ് സാധാരണഗതിയിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പുതിയതായിട്ട് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യും. അങ്ങനെ ഒരു നോൺ കാർബോഹൈഡ്രേറ്റ് പ്രീകർസർ അല്ലാതെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്ന്, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാത്വേ, ഏത് പാത്വേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോനിയോജെനിസിസ്,
ഗ്ലൈക്കോജെനിസിസ് ദെൻ ക്രെബ്സ് സൈക്കിൾ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഗ്ലൂക്കോനിയോജെനിസിസ് ആണ്. ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്ന പുതിയൊരു ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യപ്പെടുക. എവിടെ നിന്നാണ് സിന്തസൈസ് ചെയ്യുക? ലിപ്പിഡ്സിൽ നിന്നൊക്കെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. സിസിയില് പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, സെറ്റ് സുവോളജിക്കുള്ള. അപ്പോൾ ഈ സെറ്റ് സുവോളജി എന്ന് പറയുന്നത്, സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇനി ഒരു HSC ഉണ്ടാകുമോ എന്നോ, ഇപ്പോൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാത്തവർക്കൊന്നും ഇല്ലെങ്കിൽ കേട്ടില്ലാത്തവരൊന്നും എന്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല? HSCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന് അപ്ലൈ ചെയ്യാം? അതിലും കുറച്ചും കൂടെ ഹയർ റാങ്കിലുള്ള HSST അല്ലെ, ഒരു ഗസറ്റഡ് പോസ്റ്റിലോട്ടുള്ള HSSTക്ക് അപ്ലൈ ചെയ്യാം. ഇനി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സെക്കൻഡറി ടീച്ചേഴ്സിന്റെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും എങ്ങനെ പോയാലും ഏത് എക്സാംസ് പാസ്സായാലും, നെറ്റോ ഇല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള എക്സാംസ് അല്ലാതെ ഇനി നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് സെറ്റ് എക്സാം തന്നെയാണ്. സെറ്റ് എക്സാം ക്ലിയർ ചെയ്താലേ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? HSST എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ നെറ്റോ MPhil ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ MEd ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മെനക്കെടണ്ട. അങ്ങനെ അല്ലാത്തവർ തീർച്ചയായിട്ടും എന്ത് സ്കോർ ചെയ്തിരിക്കണം? സെറ്റ് എക്സാം സ്കോർ ചെയ്തിരിക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ്. വേറെ ഏത് എക്സാംസ് എഴുതിയാലും അതിനൊക്കെ നെഗറ്റീവ് മാർക്കുണ്ട്. നമുക്കറിയാവുന്ന ആൻസർ കൂടി ആ നെഗറ്റീവ് മാർക്കിൽ മുങ്ങിപ്പോകും അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു കണ്ടന്റിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉള്ള ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഏത് എക്സാം? ഈ സെറ്റ് സുവോളജി എന്ന് പറയുന്നത്. സെറ്റ് സുവോളജി എന്നല്ല, സെറ്റിന്റെ ഏത് എക്സാം വേണമെങ്കിൽ പോലും. ഈ പുതിയ ബാച്ച്, പുതിയ ലോങ് ടൈം ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. സുവോളജിയുടെ മാത്രമല്ല കേട്ടോ, എല്ലാ കോഴ്സുകളുടെയും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിന്റെ പ്രത്യേകത ഇന്നവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. റെക്കോർഡ് ക്ലാസ്സുകളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം അതാത് ടോപ്പിക്കിന്റെ നോട്ട്സ് കൂടി നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. പിന്നെ എല്ലാ വീക്കെൻഡിലും നടക്കുന്ന റിവിഷൻ ക്ലാസ്സുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, ദെൻ മോഡൽ എക്സാംസ്, ഇതെങ്ങനെ പല പല പ്രോസസ്സുകളിലൂടെ പോയി ഒരു സെറ്റ് എക്സാം ആകുമ്പോഴേക്കും നിങ്ങളെ ഒരു ഫുള്ളി പ്രിപ്പേർഡ് പേഴ്സൺ ആക്കി മാറ്റിയിട്ടുണ്ടാവും. സെറ്റ് എക്സാം വളരെ കോൺഫിഡൻസോടുകൂടി എഴുതാൻ. ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും അത് എപ്പോൾ കണ്ടാലും ഏത് ഊണിൽ ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും നമ്മളത് പറയാനായിട്ട് റെഡിയാകും അല്ലേ. അത്രയും കോൺഫിഡൻസോടുകൂടി നമ്മുടെ കുട്ടികളും കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് എഴുതി പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം സെറ്റ് എക്സാം ക്ലിയർ ചെയ്യും. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. വിശ്വാസം എന്നല്ല, സെറ്റ് എക്സാം ക്ലിയർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത്രയും മാത്രം റിപ്പീറ്റ് ചെയ്യുകയും ആവർത്തിച്ച് ചെയ്യുന്ന ഒരു എക്സാംസ് ഇതിന് മുമ്പ് ഉണ്ടായതായിട്ട് എൻ്റെ ഓർമ്മയിലേ ഇല്ല. 5 വർഷമായിട്ട് ഞാൻ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ഒരൊറ്റ വർഷങ്ങളിൽ പോലും ഇത്ര അധികം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. അത്രമാത്രം എളുപ്പമായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ഒക്കെ മാറി. നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്നു ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. തലേദിവസം വന്നത് ഈ പ്രാവശ്യം വരിക, അങ്ങനെ പരിപാടി LBSന്റെ എക്സാമിനുണ്ട്, കണ്ടിട്ടേ ഇല്ല. പക്ഷേ ആ പാറ്റേൺ എല്ലാം മാറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയേഴ്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിച്ച എക്സാമിന് പാസ്സാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇനി സെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച്. കാരണം K3 എന്ന് പറയുന്നത് അതിനൊരു HSC എക്സാം ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്കൊരു ഉറപ്പില്ല. പക്ഷേ എന്തായാലും സെക്കൻഡറി എക്സാം എന്തായാലും ഉണ്ടാവും അല്ലേ. ആ എക്സാം വരുന്നതിന് മുമ്പ് ഇനി അത് വിളിച്ചതിന് ശേഷം HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സെറ്റ് എക്സാം എഴുതിയെടുക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. കാരണം സെറ്റ് എക്സാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസം കൂടെ കാലാവധി ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് സെറ്റ് എക്സാം വന്ന് എഴുതാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ എന്ത് ചെയ്യുക? സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനി സമയം കളയാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അങ്ങനെ ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൂടെ ആ ക്ലാസ്സിനെ കുറിച്ച് വേണമെന്നുള്ള തോന്നുന്നു. ചില ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ടീച്ചർ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പോർഷൻ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്നിരുന്നെങ്കിൽ എന്നല്ലേ. അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. എങ്ങനെ ക്ലിയർ ചെയ്യാം? ലൈവ് ക്ലാസ്സുകളിലൂടെ ക്ലിയർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു പെൻഡിങ് പോർഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയില്ല. നമ്മൾ വളരെ റെഗുലറായിട്ട് പഠിച്ച് നന്നായിട്ട് റിവിഷൻ ചെയ്ത് നല്ല രീതിയിൽ പാസ്സാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വരുന്ന സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ടീമിലും ഞാൻ കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലോട്ട് പോകാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ബീറ്റ ഓക്സിഡേഷൻ പ്രൈമർലി റെഫേഴ്സ് ടു ദ ഓപ്ഷൻ എ സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ്സ്, ഡി കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ, ഓപ്ഷൻ ഡി കൺവേർഷൻ ഓഫ് ഗ്ലിസറോൾ ടു ഗ്ലൂക്കോസ്. ഇതിനകത്ത് ഏതാണ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്? ഇതൊരു +2 ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അല്ലെ. എന്താണ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ്? ഫാറ്റി ആസിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുക
ബീറ്റ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ്സ്. വാട്ട് പ്രിൻസിപ്പിൾ ഡസ് the autoradiography rely on? What principle does the autoradiography rely on? A light absorption, electron scattering, D radioactive decay, ഓപ്ഷൻ ഡി ഫ്ലൂറസൻസ്. ആ പോയിന്റിനകത്ത് തന്നെയുണ്ട്. ഏതാണ് കറക്റ്റ്? റേഡിയോഗ്രാറ്റീവ് ഡിക്കേ എന്ന് പറയുന്നത്. ഓട്ടോ റേഡിയോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തിനെ ബന്ധപ്പെട്ടിരിക്കും? റേഡിയോ ആക്റ്റീവ് ഡിക്കേയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. What is the primary advantage of using transmission electron microscope? What is the primary advantage of using a transmission electron microscope? Option A, it to provide three-dimensional image. Option B, it allows observation of live specimen. Option C, it achieves high resolution image at the atomic level. Option D, it uses visible light for imaging. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇറ്റ് അച്ചീവ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ടു ദ ആറ്റോമിക് ലെവൽ. മക്കി പറയുന്നവയെല്ലാം 3 ഡയമെൻഷണൽ എന്ന് പറയുന്നത് ഒരിക്കലും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും ഇതല്ല. ഓപ്ഷൻ ലൈവ് സ്പെസിമിനെ കണ്ടുപിടിക്കാനുള്ളതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി, അതുമല്ല. ഇറ്റ് അലൗസ് വിസിബിൾ ലൈറ്റ് ഫോർ, ഒരിക്കലും ലൈറ്റ് ഉപയോഗിച്ചിട്ടല്ല, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. അപ്പോൾ അവിടെ ലൈറ്റിന് പകരം എന്തിനു ഉപയോഗിക്കാം? ഇലക്ട്രോൺ സ്കാറ്ററിംഗ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇറ്റ് അച്ചീവ്സ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ടു ദ ആറ്റോമിക് ലെവൽ. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൈമറി യൂസ് ഓഫ് ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ. ഇറ്റ് ഈസ് മെഷറിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസസ്, അനലൈസിംഗ് ദ റേഡിയോ ആക്റ്റീവ് സാമ്പിൾസ്. Option C, determining metal concentration in the solution. Option D, measuring light scattering. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഡിറ്റർമൈനിങ് മെറ്റൽ കോൺസെൻട്രേഷൻ ഇൻ എ സൊല്യൂഷൻ ആണ്, അല്ലെ? കളർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മളെന്ന് വിളിക്കുക അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ എന്ന് പറയാം. അതൊരു മീറ്ററാണ്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണ്. എന്തിനെ ഡിറ്റക്ട് ചെയ്യുക? മെറ്റൽ കോൺസെൻട്രേഷൻ ആണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ വെച്ച് അല്ലെങ്കിൽ കളറിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് പ്രൈമറി അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പി വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ സ്റ്റഡിയിങ് ദ സർഫസ് സ്ട്രക്ചർ ഓഫ് സ്പെസിമെൻ? ദാറ്റ് ഈസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. ഏതാണ്? സ്കാനിങ് ഇലക്ട്രോൺ ഒരു 3D സ്ട്രക്ചർ അല്ലെങ്കിൽ 3D ഡയമെൻഷനിലുള്ളതിൻ്റെ നമ്മൾ ഇമേജസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ലൈറ്റ് മൈക്രോസ്കോപ്പി അല്ല, ട്രാൻസ്മിഷൻ അല്ല, ഫേസ് കോൺട്രാസ്റ്റ് അല്ല, പകരം ഏതാണ്? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The term cymogen refers to an active enzyme, B, an inactive enzyme precursor. Option C, accoenzymes, not accoenzyme, apoenzyme. Option D, an enzyme inhibitor. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സൈമോജൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് എൻസൈം പ്രീകർസർ ആയിരിക്കും. ഒരു ഇനാക്റ്റീവ് എൻസൈം പ്രീകർസറിനെ പറയുന്ന പേരാണ് എന്ത്? സൈമോജൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൈമോജൻ അതായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ലിപ്പിഡ്സ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം. ജനറ്റിക് കോഡിംഗ്, സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് മെംബ്രെയിൻ, പ്രൊവൈഡിങ് എ റാപ്പിഡ് സോഴ്സ് ഓഫ് എനർജി, ഓൾ ഓഫ് ദി അബോവ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്താ? ലിപ്പിഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുക? സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് ലിപ്പിഡ് മെംബ്രെയിൻ. ഇതെന്ന് വെച്ചാൽ ഒരു വെറും +2 ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടീച്ചർ എന്താ ഒരു എക്സ്പ്ലനേഷൻ തരാതെ ഇങ്ങനെ വിട്ടുവിട്ട് അങ്ങ് പോകുന്നതെന്ന്. ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ അടങ്ങിയിട്ടുള്ളത് ഓരോ ടോപ്പിക്കുമായിട്ട്, ഇപ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ SEM ആയിക്കോട്ടെ, ഫേസ് കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ, ഇതിന് ഓരോന്നിനെ കുറിച്ചും ബയോഫിസിക്സിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് ഓരോ കണ്ടന്റിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ടും, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തതന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് കൂടി ഒന്ന് കാണണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ, ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം എക്സാമിന് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ആ പഴയ വീഡിയോ ഒന്ന് എടുത്ത് കാണാവുന്നതാണ് കേട്ടോ. അതിനകത്ത് ഓരോ ക്ലാസ്സിനകത്തും അല്ലെങ്കിൽ ഓരോ ബയോഫിസിക്സിൻ്റെ വീഡിയോസിനകത്തും വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂസസും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രിൻസിപ്പിൾസും എല്ലാം വളരെ ഡയറക്റ്റായിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ലിപ്പിഡ്സ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ്
അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോമ്പൗണ്ട് ഓഫ് മെംബ്രെയിൻ എന്തായിട്ട് ആക്ട് ചെയ്യുക? സ്ട്രക്ചറൽ കമ്പോണൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അടുത്തത്, ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് ക്രബ്സ് സൈക്കിൾ ഈസ് ടു ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ് ഇൻറ്റു എനർജി, പ്രൊഡ്യൂസ് ATP ഫ്രം ADP, ജനറേറ്റ് ഇലക്ട്രോൺ കാരിയേഴ്സ് ഫോർ ദി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഓപ്ഷൻ ഡി, സിന്തസിസ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സൊല്യൂഷൻ. ഇതിനകത്ത് ചിലപ്പോൾ ഒരു വളരെ ബേസ് ലെവലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ദ ആൻസർ. ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ് ഇൻറ്റു എനർജി, അതായത് ഗ്ലൂക്കോസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കുക. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ശരിക്കും അത് എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴിയാണ്, അല്ലേ? ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലോട്ട് എന്തിനെ എത്തിക്കുക എന്നുള്ളതാണ്? ഇലക്ട്രോൺസിനെ എത്തിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ക്രബ്സ് സൈക്കിൾ. അല്ലാതെ ക്രബ്സ് സൈക്കിൾ വഴി നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ATPയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, വളരെ കുറച്ച് ATP മാത്രമാണ് ക്രബ്സ് സൈക്കിൾ വഴി ഫോം ചെയ്യുക, അല്ലെ? കൂടുതലും എങ്ങനെ ഫോം ചെയ്യുക? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആക്റ്റീവ് ആക്കാനുള്ള ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് കൂടിയാണ് ഏതെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ആ ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സബ്സ്റ്റൻസിന്റെ ഒരു പ്രീകർസർ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുക? ഈ ക്രബ്സ് സൈക്കിൾ ആക്ട് ചെയ്യുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ? ഓപ്ഷൻ എ, thick peptidoglycan layer. Option B, stains purple in gram staining. Outer membrane containing lipopolysaccharides. Thick walls of lack of സെൽ വോൾ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അവരുടെ ഔട്ടർ മെമ്പറൈനിൽ എന്തുണ്ടാവും? ഒരു ലിപ്പോപോളിസാക്രൈഡ്സ് ഉണ്ടാവും. പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ മാർക്ക് ഉണ്ടാവും, ഈ ഗ്രാം നെഗറ്റീവിനുണ്ടാവും. പക്ഷേ തിക്കായിരിക്കില്ല. തിക്കാണെങ്കിൽ അതെന്താവും? ഗ്രാം പോസിറ്റീവ് ആകും. പക്ഷേ ഇവരിൽ ഉണ്ടാവും പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ, പക്ഷെ വളരെ 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 സോഫ്റ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരിക്കും മാർക്ക് ഉണ്ടാവുക ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് ഉണ്ടാവുക. പക്ഷെ എന്നാലും അവർ ഏറ്റവും വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ലിപ്പോപോളിസാക്രൈഡ്സിന്റെ പ്രസൻസ് ആണ്. ഇവിടെ സർഫസിൽ എന്തുണ്ടാവും? ഒരു ലിപ്പോപോളിസാക്രൈഡ്സ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ദി വെക്ടർ വിച്ച് ക്യാൻ ക്യാരി ലാർജ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA? പ്ലാസ്മിഡ്സ്, ബാക്ടീരിയഫേജ്, കോസ്മിഡ്, ഷട്ടിൽ വെക്ടർ. നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് കോസ്മിഡ് ആണ്. ലാർജ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ക്യാരി ചെയ്യാൻ കഴിവുള്ള വെക്ടർ എന്ന് പറയുന്നത് കോസ്മിഡുകളാണ്. According to the Lion hypothesis, which of the following is true? Both X chromosomes in females are active. The one X chromosome in female is randomly 1X എന്നാണ്. 1X chromosome in female is randomly inactive. Option C, males have 2 active X chromosome. Option D, the Y chromosomes in male is inactive. ലയൺ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എക്സ് ക്രോമോസോമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മുടെ ബോഡിയിൽ എത്ര ക്രോമോസോംസ് ഉണ്ട്? സ്ത്രീകളിൽ മാത്രം എക്സ് ക്രോമോസോംസ് ഉണ്ട്, അല്ലേ? ഒരു എക്സിന് തന്നെ 46 ക്രോമോസോംസിന്റെ ഗുണങ്ങൾ കാണിക്കാമെങ്കിൽ ആ മറ്റേ 2X ക്രോമോസോംസ് ഒരുപോലെ ആക്റ്റീവ് ആയിരുന്നാൽ എന്തായിരുന്നു അതിന് അവസ്ഥ? അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കാലയളവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗ്രാജുവലായിട്ട് ഒരു എക്സ് ക്രോമോസോംസ് എന്താകും? ഡിസേബിൾഡ് ആകും. അങ്ങനെ ഒരു എക്സ് ക്രോമോസോംസ് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുക? വളരെ ആക്റ്റീവായിട്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫെമിനിൻ ക്യാരക്ടേഴ്സ് എല്ലാം നിലനിർത്തുന്നത് എന്നാണ് ആര് പറയുന്നത്? ഈ ലയൺ ഹൈപ്പോത്തിസിസ് പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? 1X ക്രോമോസോം ഇൻ ഫീമെയിൽ ഈസ് റാൻഡംലി ഇനാക്റ്റീവ്. എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇനാക്റ്റീവായിട്ട് മാറിയിട്ടുണ്ടാവും. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താ? തെറ്റാണ്. ബോത്ത് എക്സ് ക്രോമോസോംസ് ഇൻ ഫീമെയിൽസ് ആർ ആക്റ്റീവ്. അത് നമ്മൾ പഠിക്കുന്നത് ആക്റ്റീവ് എന്നാണ്. പക്ഷേ ലയൺ ഹൈപ്പോത്തിസിസ് പറയുന്നത് എന്താണ്? ഇവ രണ്ടും ആക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. മെയിൽസ് ഹാവ് 2 ആക്റ്റീവ് ക്രോമോസോം. മെയിൽസിന് എന്തൊക്കെ മാത്രമേ ഉള്ളത്? ഒരു എക്സും ഒരു Y ക്രോമോസോംസും ആണുള്ളത്. ദേ Y ക്രോമോസോംസ് ഇൻ മെയിൽസ് ഈസ് ഇനാക്റ്റീവ്. അതും തെറ്റാണ്. കാരണം Y ക്രോമോസോംസ് ആണ് ആരിൽ ആക്റ്റീവായിട്ടുണ്ടാവുക? മെയിൽസിൽ Y ക്രോമോസോംസ് ആയിരിക്കും എപ്പോഴും ആക്റ്റീവായിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസോർഡർ ഈസ് കോസ്ഡ് ബൈ എ സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ? ഒരു സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ, ആ കണ്ടീഷനെ നമ്മൾ പറയും സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയും. ഡൗൺ സിൻഡ്രോം ആണെങ്കിലും
ടർണർ സിൻഡ്രോമാണ്, ക്ലിൻഫിൽട്ടർ സിൻഡ്രോമാണ് നമ്പറുമായിട്ട്, ക്രോമസോം നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ, അല്ലാതെ സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ എക്സ്ട്രാ ക്രോമസോംസ് കാണപ്പെടുന്നതുകൊണ്ടാണ്, ടർണർ സിൻഡ്രോം ആണെങ്കിലോ ഒരു ക്രോമസോംസ് കുറവായതുകൊണ്ടാണ്, ക്ലിൻഫിൽട്ടർ ആണെങ്കിൽ അഡീഷണൽ ആക്ട് ക്രോമസോംസ്, അതെല്ലാം ക്രോമസോം നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസുകളാണ് ഡൗൺ, ടർണർ, ക്ലിൻഫിൽട്ടർ. പക്ഷേ ഇതിനകത്ത് സിസ്റ്റിക് ഫൈബ്രോസിസ് മാത്രമാണ് ഒരു സിംഗിൾ ജീൻ ഡെലീഷൻ മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ മ്യൂട്ടേഷൻ മൂലമുണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്രോമോസോമൽ അനോമാലീസ് ക്യാൻ റിസൾട്ട് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ? ഓപ്ഷൻ എ ജീൻ മ്യൂട്ടേഷൻ, ഓപ്ഷൻ ബി ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം, ഓപ്ഷൻ സി സിൻഡ്രോം സച്ച് ആസ് ഡൗൺ സിൻഡ്രോം, ഓൾ ഓഫ് ദി ബി. അതായത് ക്രോമോസോമൽ അനോമലീസ് മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ, ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം എന്തുകൊണ്ടുണ്ടാവാം? ക്രോമോസോമൽ അനോമലീസ് കൊണ്ട് ഉണ്ടാവും. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്രോമോസോമൽ അനോമലീസ് ക്യാൻ റിസൾട്ട് ഇൻ ദ ഫോളോയിങ് ഓൾ conditions. The shuttle vectors are decided to functioning only prokaryotic cell, B only eukaryotic cell, only yeast cell, both prokaryotic and eukaryotic cell. ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരേ സമയം രണ്ട് ഓർഗാനിസത്തിൽ ഒരുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല, രണ്ട് ഓർഗാനിസത്തിൽ മാറി മാറി ഇല്ലെങ്കിൽ ഒരേ സമയം എന്ന് പറയാൻ പറ്റില്ല, ഒരുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവയാണ് എന്തെന്ന് പറയാ? ഷട്ടിൽ വെക്ടേഴ്സ്. അപ്പോൾ അവർക്ക് പ്രോകാരിയോട്സിലും ആക്ട് ചെയ്യാൻ സാധിക്കാം, യൂകാരിയോട്സിലും ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒള്ളി പ്രൊകാരിയോട്ടിക് സെല്ല് തെറ്റാണ്, പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് ആണെങ്കിൽ അത് ശരിയായേനെ അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ? ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ ബി ഹീമോഫീലിയ, ഓപ്ഷൻ സി സിസ്റ്റിക് ഫൈബ്രോസിസ്, ഓപ്ഷൻ ഡി ടേ ഷാക്ക് ഡിസീസ്. ഇന്നത്തെ കറക്റ്റ് ആൻസർ ഹീമോഫീലിയ ആണ്. നമുക്കറിയാവുന്നതാണ്, ഒരു എക്സ് ലിങ്ക്ഡ് റിസസീവ് ക്രോമോസോമൽ അബ്നോർമാലിറ്റിക്ക് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതൊരു എക്സ് ക്രോമോസോം ലിങ്ക്ഡ് ആണ് അല്ലെ, എക്സ് ലിങ്ക്ഡ് ക്രോമോസോം ഡിസോർഡർ ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. യു ക്രോമാറ്റിൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. എന്താ യു ക്രോമാറ്റിൻ എന്ന് വെച്ചാൽ? എന്താ ക്രോമാറ്റിൻ എന്ന് വെച്ചാൽ? എ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് യു ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ആ യു ക്രോമാറ്റിനകത്ത് ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഡെൻസ്ലി പാക്ക്ഡ് DNA. എങ്ങനെയാണ് യൂക്രോമാറ്റിൻ ഫോം ചെയ്യുക? ന്യൂക്ലിയോസോമോ DNA കൂടി ചേർന്നിട്ടാണ്. എന്നിട്ട് അവ എന്തായിട്ട് ഫോം ചെയ്യും? ഹിസ്റ്റോൺ ഒക്ടാമറും ന്യൂക്ലിയസും കൂടി ചേർന്ന് ന്യൂക്ലിയോസോംസ് ഫോം ചെയ്യും. അങ്ങനെ പല പല ന്യൂക്ലിയസ് കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യും? ക്രോമാറ്റിൻ ഫോം ചെയ്യും. ഇതൊരു ക്രോമാറ്റിൻ ആണ് എങ്കിൽ ഈ ക്രോമാറ്റിന്റെ ചില റീജിയൻസിൽ ന്യൂക്ലിയോസോംസ് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും, എന്നാൽ ചില റീജിയൻസിൽ ന്യൂക്ലിയോസോംസ് എന്ന് പറഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. ഇങ്ങനെ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോസോംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന റീജിയനെയാണ് നമ്മളെന്ന് വിളിക്കുക? യൂക്രോമാറ്റിൻ എന്ന് പറയാം. ഈ യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് എങ്ങനെ എന്തുകൂടി ആയിരിക്കും? ദേ ആർ ആക്റ്റീവ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഏർപ്പെടുന്നവയായിരിക്കും ഈ യൂക്രോമാറ്റിൻ എന്ന് പറയുന്നവ. അടുത്തത് കോഡോമിനൻസ് ഈസ് ബെസ്റ്റ് എക്സാംപ്ലൈഫ്ഡ് ഇൻ ഫ്ലവർ കളർ ഇൻ സ്നാപ്ഡ്രാഗൺ. അതായത് കോഡോമിനൻസ് എന്ന് വെച്ചാൽ എന്താ? ഒരേ സമയം രണ്ട് അലീൽസ് ഒരുപോലെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? കോഡോമിനൻസ് എന്ന് വിളിക്കുക. സാധാരണഗതിയിൽ ഏതെങ്കിലും ഇപ്പോൾ ടോളും ഷോർട്ടും ഒരു ക്യാരക്ടറിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, ടോളും ഷോർട്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ടോള് അല്ലെങ്കിൽ ഷോർട്ട് അല്ലെ. ടോൾ ഷോർട്ട് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇല്ല. പക്ഷെ ചില കണ്ടീഷനിൽ ഈ രണ്ട് ജീനുകളും ഒരുപോലെ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യും. ആ കണ്ടീഷനാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഫ്ലവർ കളർ ഇൻ സ്നാപ്ഡ്രാഗൺ, blood type AB in human beings, option C height in people and all of the above. പിന്നെ the correct answer blood type AB in human beings. അതായത് AB ബ്ലഡ് ഗ്രൂപ്പ് ആണ്. A എന്ന് പറയുന്ന ആന്റിജനും B എന്ന് പറയുന്ന ആന്റിജനും ഇവ രണ്ടും ഒരുമിച്ച് ഒരുപോലെ എക്സ്പ്രസ് ആയാൽ മാത്രമാണ് ഏത് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുക? AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുക. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? കോഡോമിനൻസ് എന്ന് പറയുന്നത്. അടുത്തത് കോംപ്ലിമെന്ററി ജീൻ ആക്ഷൻ occurs when two genes interact to produce a single trait. One gene masks the effect of the another. Option C both genes contribute equally to the phenotype. Option D all of the above. Inathu correct one gene masks the effect of another. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ക്ലാസ്. ഇത് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇതിൻ്റെ തന്നെ പാർട്ട് 2 അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരുന്നതായിരിക്കും. കാരണം ഇതെല്ലാം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 120 എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 100ഓളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയും കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യവും വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് സമയം കളയാതെ ജോയിൻ ചെയ്തോളുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്